എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് മെയ് ദിനത്തോടനുബന്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വരുന്നത്. അതിലൊന്ന്, മെയ് ദിനം തൊഴിലാളികളുടെ ദിനമാണല്ലോ. തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പിതാവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാനിതിൽ രണ്ടാമത്തേതാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്. ഔസേപ്പിതാവിനെക്കുറിച്ച്, തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പിതാവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഔസേപ്പിതാവിൻ്റെ നാമധാരികൾ ഈ ലോകം മുഴുവൻ ധാരാളമായിട്ടുണ്ട്. ജോസ്, ജോസഫ്, ഔസേപ്പ്, കൊച്ചപ്പൻ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഒക്കെ ഔസേപ്പിതാവിൻ്റെ പേര് തന്നെയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആശുപത്രികൾ, കോളേജുകൾ, സ്കൂളുകൾ, പ്രസ്സുകൾ എന്ന് വേണ്ട എല്ലാവിധ സ്ഥാപനങ്ങളും ഔസേപ്പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇടവകകൾ ഒക്കെ. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ പേര് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രചരിച്ചിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഔസേപ്പിതാവിനെ പുകഴ്ത്തുന്ന ഒരു ഭാഗം ചേർത്തിട്ടുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നില്ല. മറിയത്തെ മാത്രം പുകഴ്ത്തുന്ന ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ അത് ഔസേപ്പിതാവിനെയും കൂടി പുകഴ്ത്തുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ ഔസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേക ഭക്തനാണ് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണെങ്കിലും ഔസേപ്പിതാവിൻ്റെ വലിയൊരു ഭക്തനാണത്രേ. സ്ലീപ്പിംഗ് ജോസഫ്, സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു, അത് വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഈയിടെ സ്ഥാപനത്തിൽ കുട്ടികൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ ചിലപ്പോഴൊക്കെ ഓരോ സമ്മാനങ്ങൾ തരാറുണ്ട്. ആ സമ്മാനങ്ങൾ മിക്കവാറും സ്റ്റാച്യൂസൊക്കെ ആയിരിക്കും. ഇത്തവണ എനിക്ക് കിട്ടിയത് സ്ലീപ്പിംഗ് സെൻറ്റ് ജോസഫാണ്. അത് ഞാൻ കുറേ നാളവിടെ അങ്ങനെ തന്നെ പൊട്ടിക്കാതെ, പാക്കറ്റ് പൊട്ടിക്കാതെ വെച്ചു. പിന്നീട് ഒരിക്കൽ പാവർട്ടി പള്ളിയിൽ, അത് സെൻറ്റ് ജോസഫ്സിൻ്റെ പേരിലുള്ള പള്ളിയാണ്, അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു രൂപം, സ്ലീപ്പിംഗ് സെൻറ്റ് ജോസഫിൻ്റെ ഒരു രൂപം കാണുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാനതെടുത്ത് എനിക്ക് കിട്ടിയ സമ്മാനം എടുത്ത് എൻ്റെ രൂപക്കൂടിൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ സെൻറ്റ് ജോസഫിനോടുള്ള ഭക്തി കൂടുതൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം എന്ന് തീരുമാനിച്ചത്. സെൻറ്റ് ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ, അതിൽ ഒന്ന്, ഏറ്റവും അധികം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന്, അദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓരോ ഇതിലേക്കും വരാം. രണ്ട്, അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെ നീതിമാനായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം കരുണയുള്ളവനായിരുന്നു, അതിലേക്കും ഞാൻ കൂടുതൽ വിശദീകരണം നൽകാം. മൂന്നാമത്തേത്, അദ്ദേഹം രാജ്യനിയമങ്ങൾ അനുസരിക്കുന്നവനായിരുന്നു. 4, അദ്ദേഹം മതാചാരങ്ങൾ അനുസരിക്കുന്നവനായിരുന്നു. 5, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവനായിരുന്നു. ആറാമതൊന്നുകൂടി എനിക്ക് ചേർക്കണമെന്ന് ഇങ്ങനെ തോന്നുകയാണ്. അത് വേറൊന്നുമല്ല, അദ്ദേഹം ഒരു സാഹസികനായിരുന്നു എന്നുകൂടി എനിക്കിങ്ങനെ തോന്നുകയാണ്. ഈ ഓർഡറിലാവില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനെ 6 സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് തോന്നുകയാണ്.
അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ വിവരിച്ചിട്ടുള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ. 4 സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കാണുന്നത്. ആദ്യമായി കാണുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ് എന്ന്. അവിടെയാണ് ആദ്യത്തെ പരാമർശം. പിന്നെ 2-3 സ്ഥലത്ത് കൂടി കാണാൻ നമുക്ക്. അവിടെ മറിയം 2 സ്ഥലത്ത് മറിയം പറയുന്നൊരു വാചകം, ഔസേപ്പ് പിതാവിനെ കുറിച്ച് മറിയത്തിൻ്റെ ആ വിലയിരുത്തൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭർത്താവിനെ കുറിച്ച് ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം പറയുന്നത് ഭാര്യയായിരിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ അഭിപ്രായമാണ് ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം. വേറെ ആരെന്ത് പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും, നമ്മുടെ ഭാര്യമാർ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു, അതുപോലെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ കുറിച്ച് എന്ത് പറയുന്നു. ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? യേശു ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തുകയാണ് ഇവർ. രണ്ടാമത് കാണാതായ യേശുവിനെ കണ്ടെത്തുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അപ്പോൾ മറിയം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? എന്നോട് എന്തുകൊണ്ട് ചെയ്തു എന്നല്ല, ഞങ്ങളോട്. അപ്പോൾ ഔസേപ്പ് പിതാവിനെ ചേർത്ത് പിടിച്ചിട്ടാണ് മറിയം സംസാരിക്കുന്നത്. രണ്ടാമത് നിൻ്റെ പിതാവും ഞാനും എന്നാണ്. അല്ലാണ്ട് ഞാനും നിൻ്റെ പിതാവും എന്നല്ല, അല്ലെങ്കിൽ ഞാൻ എന്ന് മാത്രം വേദനിച്ചു അതുമല്ല. അപ്പോൾ അവിടെ മറിയം ഔസേപ്പ് പിതാവിനെ എത്ര ചേർത്ത് പിടിക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. എത്രമാത്രം വില മതിക്കുന്നു എന്നുള്ളത്. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഔസേപ്പ് പിതാവിനെ ഇത്ര ചേർത്ത് പിടിക്കുന്നത്? മറിയം ഔസേപ്പ് പിതാവിനെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മനസ്സിലാക്കി കാണും. ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ആ രൂപം, ഔസേപ്പ് പിതാവിൻ്റെ രൂപമെടുത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെയാണ് നമ്മൾ കാണുന്നത് ബൈബിളിൽ. വേറെ ഒന്ന് നമ്മൾ കാണുന്നത്, മറിയം പ്രസവിച്ചു, ആട്ടിടയന്മാർ വന്ന് ആരാധിക്കുന്ന സ്ഥലത്ത് അവിടെ മറിയത്തെയും ജോസഫിനെയും ശിശുവിൻ്റെ കൂടെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. മറിയത്തിനെയും ജോസഫിനെയും ഞാൻ ബൈബിളിലുള്ള ഡിസ്ക്രിപ്ഷൻസാണ് നിങ്ങളോട് പറയുന്നത്. അതേക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പിന്നീട് ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ അവിടെ അന്ന് ഔസേപ്പ് പിതാവ് അവിടെ ഉണ്ടായിരുന്നു, മറിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3 രാജാക്കന്മാർ വന്ന് യേശുവിനെ ആരാധിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള പരാമർശമില്ല. അപ്പോൾ ഔസേപ്പ് പിതാവ് മരിച്ചുപോയി കാണുമോ? ചിലരങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, മരിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ട്? അതിനുശേഷം 12-ാം വയസ്സിലാണ് ഔസേപ്പ് പിതാവ് യേശുവിനോടൊപ്പം കാണുന്നത്, ദേവാലയത്തിലേക്ക് പോകുന്ന യേശുവിനോടൊപ്പം കാണുന്നത്. അപ്പോൾ മരിച്ചു പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ആ സമയത്തുണ്ടായി? ഏകദേശം 1-2 വയസ്സായി കാണും ഇവർ ചെല്ലുമ്പോൾ. 2 വയസ്സിനോളം ഒക്കെ എത്തിയിട്ടുണ്ടാവണം. ആ സമയത്ത് ഔസേപ്പ് പിതാവിൻ്റെ ഒരു ശ്രദ്ധ, തീവ്രമായ ശ്രദ്ധ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേണ്ടാത്തത് കൊണ്ട് മറ്റു കാര്യങ്ങൾക്കായി ഔസേപ്പ് പിതാവ് പോയിട്ടുണ്ടാവണം. ആ അവസരത്തിലായിരിക്കും രാജാക്കന്മാർ അവിടെ വന്നത്. ഇനി ഔസേപ്പ് പിതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ആരോട് വിശ്വസ്തനായിരുന്നു? ദൈവത്തോട് ഓഫ് കോഴ്സ് അതല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഭാര്യയായ മറിയത്തോട് അതീവ വിശ്വസ്തനായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
നമുക്കൊക്കെ അറിയാം, കന്യകയായി ജീവിക്കാൻ തീരുമാനിച്ചിരുന്ന മറിയം ഔസേപ്പിതാവുമായിട്ട് ഉള്ള വിവാഹം നിശ്ചയത്തിന് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് കാണും. ഔസേപ്പിതാവ് പറഞ്ഞിട്ടുണ്ടാവും, ഞാനൊരു വൃദ്ധനാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിയം പറഞ്ഞിട്ടുണ്ടാവും, ഞാനൊരു കന്യകയായി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഒരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിവാഹം അവിടെ യഹൂദരുടെ ഇടയിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം. വിവാഹിതരല്ലെങ്കിൽ ശല്യങ്ങൾ ഉണ്ടാകാം, അതും ഒരു കാരണമായിരിക്കാം. അങ്ങനെ ഒരു വിവാഹിതരാകാൻ തീരുമാനിച്ചപ്പോൾ മറിയം പറഞ്ഞിട്ടുണ്ടാവണം, ഞാനൊരു കന്യകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അത് കൃത്യമായിട്ട് ഔസേപ്പിതാവ് പാലിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുവിനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവിടെയാണ് ആ വിശ്വസ്തത കിടക്കുന്നത്. വരെ എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് പ്രസവിച്ചതിന് ശേഷം അവളെ അവൻ അറിഞ്ഞു. അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാവിങ് സെക്ഷുവൽ ഇൻ്റർകോഴ്സ്, അതാണ് ലൈംഗിക ബന്ധം പുലർത്തുക എന്നാണ് അർത്ഥം. അറിയുക എന്നുള്ള എൻ്റെ അർത്ഥം ഗാഢമായ ബന്ധം പുലർത്തി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ആഡം ന്യൂ ഈവ് ആൻഡ് കായൻ വാസ് ബോൺ. ആദം ഹവ്വയെ അറിഞ്ഞു, കായൻ ജനിച്ചു എന്നാണ് അവിടെ. പുത്രനെ പ്രസവിച്ചിട്ടും അവളെ അവൻ അറിഞ്ഞില്ല എന്ന് ഡോക്ടർ തോമസ് മൂത്തേടൻ, അദ്ദേഹം ഒരു ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം. ആ ബൈബിളിൽ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്, പുത്രനെ പ്രസവിച്ചിട്ടും അവളെ അവൻ അറിഞ്ഞില്ല. അദ്ദേഹം ആ കൃത്യമായ ആശയം മനസ്സിലാക്കി. വരെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. അന്തോണി ചേട്ടൻ മുഴുക്കുടിയനായിരുന്നു. അയാൾ ഒരു ധ്യാനം കൂടിയതിന് ശേഷം മരണം വരെ കുടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം കുടിച്ചു എന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. പുതിയ നിയമത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. പെസഹ ആചരിക്കുന്ന സമയത്ത് യേശു പറയുന്നൊരു വാചകം, എൻ്റെ പിതാവിനോടൊത്ത് നവമായി ഞാനിത് കുടിക്കുന്നത് വരെ മുന്തിരിയുടെ ഞാൻ മുന്തിരിയുടെ ഇതിൽ നിന്ന് കുടിക്കില്ല. അപ്പോൾ അവിടെ അതിന് ചെന്നിട്ട് പിതാവിൻ്റെ അടുത്ത് ചെന്ന് മുന്തിരിച്ചാറ് കുടിച്ചു എന്നാണോ അർത്ഥം? ആ വരെ എന്നുള്ളതിൻ്റെ അർത്ഥം അല്ല, ഇത് ഉണ്ടാവുന്ന ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ തികഞ്ഞ വിശ്വസ്തനായിരുന്നു എന്നാണ് എനിക്ക് ഔസേപ്പിതാവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇന്ന് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ അത്തരത്തിലുള്ളൊരു വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? വിശ്വസ്തത പുലർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഭർത്താവ് ഭാര്യയോട് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനോട് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഔസേപ്പിതാവിനെ പോലെ പരസ്പരം വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കും. അങ്ങനെ ആയിരിക്കാനുള്ള അനുഗ്രഹം ദൈവം നമ്മൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തേത്, അദ്ദേഹം അധ്വാനിയായിരുന്നു. കഠിനമായി അധ്വാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം അതീവ സമർത്ഥനായിരുന്നു. അതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ വിശദമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ ആ തച്ചൻ്റെ മകനല്ലേ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവൻ ആ തച്ചൻ്റെ മകനല്ലേ. ആ തച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ഔസേപ്പിതാവ്. നമ്മൾ പെരുന്തച്ഛൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു പെരുന്തച്ഛനായിരുന്നു ഔസേപ്പിതാവ്. ഇതെങ്ങനെയാണ് ഈ പെരുന്തച്ഛനായത്?
അധ്വാനത്തിലൂടെയാണ്. അത് യേശു പറയുന്ന ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ വ്യക്തമാകും. യേശു ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട്: നിങ്ങളുടെ കണ്ണിൽ തടിക്കഷണം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരൻ്റെ കണ്ണിൽ ഇരിക്കുന്ന ചെറിയ കരട് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ കാലത്തെ ആശാരിമാരെ, തച്ചന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്ക് ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് കാലത്തൊക്കെ തച്ചന്മാരുടെ തലമുടിയിലൊക്കെ ഈ മരത്തിൻ്റെ കഷ്ണങ്ങളുണ്ടാവും. ചിലപ്പോൾ കണ്ണിൻ്റെ ഈ മിണ്ടേമേ ചെറിയ തടി കഷ്ണം ഇരിക്കുന്നുണ്ടാവും. അവരത്രയും അധ്വാനിക്കും. ഇന്ന് അങ്ങനത്തെ അധ്വാനമൊന്നുമില്ല. അത്ര അധ്വാനമാണ്. അവർ കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ പണിയെടുത്തിട്ടുള്ള ഒരു ആൾ യേശുവിനെ തൻ്റെ അച്ഛനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. സിന്ദൂര് പിടിക്കാനും ചെറിയ ഉള്ളി ഉപയോഗിച്ച് ചെറിയ ചെറിയ തുളയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ യേശു കൂടിയിട്ടുണ്ടാവണം. ആ അവസരത്തിൽ കഠിന അധ്വാനിയായ ആ യൗസേപ്പ് പിതാവിൻ്റെ മിണ്ടയിൽ തടിക്കഷ്ണങ്ങൾ, ചെറിയ തടിക്കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നത് യേശു കണ്ടിട്ടുണ്ടാവണം. അത് ഓർത്തിട്ടായിരിക്കണം യേശു അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, യൗസേപ്പ് പിതാവിൽ ഞാൻ കാണുന്ന വിശ്വസ്തതയാണ്. രണ്ടാമത്തേത് അദ്ദേഹം ചെയ്തിരുന്ന കഠിനമായ അധ്വാനം. ആ തച്ചൻ എന്ന് പറയുമ്പോൾ ആളെ തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിൽ തച്ചന്മാരുടെ ഇടയിൽ പ്രശസ്തനായിരുന്ന യൗസേപ്പ് പിതാവ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഇത്രയും വലിയ ഒരു പ്രശസ്തി ഉണ്ടോ? നിങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവറാവാം, അല്ലെങ്കിൽ ഒരു കാറ് ഡ്രൈവറാവാം, അല്ലെങ്കിൽ ഒരു മാഷാവാം, അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള ജോലികൾ നമ്മൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ജോലിയിൽ നമ്മളെ അറിയപ്പെടുന്നവരാണോ നമ്മൾ? ഒരു പക്ഷേ മാഷ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ആള് എന്ന് അറിയത്തക്ക വിധത്തിൽ അത്രയും പ്രശസ്തി അധ്യാപന കലയിൽ ഉണ്ടോ ഇല്ലയോ? അതുപോലെ ഓരോ മേഖലയിലും, നമ്മളായിരിക്കുന്ന മേഖലയിൽ നമുക്ക് അത്രയും പ്രശസ്തി ആർജിക്കാൻ, പ്രശസ്തി എന്ന് പറയുന്നത് പത്രത്തിൽ പരസ്യം ഇടുന്നത് കൊണ്ടല്ല, നമ്മുടെ ചുറ്റും നമ്മളുമായി ഇടപഴകുന്ന ആളുകൾ നമ്മളെ കണ്ട് അങ്ങനെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന്. അത് അല്പം മിസ്ലീഡിംഗ് ആണ് ശരിക്കും. അതിനർത്ഥം നമ്മൾ കൃത്യമായി വ്യാഖ്യാനിച്ചെടുക്കേണ്ടതുണ്ട്. ആരാണ് നീതിമാൻ എന്ന് പറയുന്നത്? രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു രാജ്യത്ത് ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന പ്രകാരം നമുക്കൊക്കെ ചില അവകാശങ്ങളുണ്ട്, ചില കടമകളുണ്ട്. ഇതൊക്കെ നിറവേറ്റുന്ന ആളാണ് നീതിമാൻ. അന്ന് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന നീതിബോധം എന്താണ്? ഒരു സ്ത്രീ വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാം. യൗസേപ്പ് പിതാവ് യഥാർത്ഥത്തിൽ കാണുന്നതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹിതയാണ്, ആയിട്ടില്ല. അതിനു മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ എന്താണ് നീതിമാനായ ഒരു വ്യക്തി എന്താ ചെയ്യാം? അവളെ ഉപേക്ഷിക്കാം. അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായി, ഉപേക്ഷിച്ചു എന്ന് അറിഞ്ഞാൽ മറ്റുള്ളവർ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ മനുഷ്യൻ്റെ നീതിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ നീതിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പിന്നെ ദൈവത്തിൻ്റെ നീതിയാണ്. അവളെ അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല. ഇത് ആരും അറിയരുത് എന്ന് വിചാരിച്ച് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. രഹസ്യത്തിൽ
അപ്പോൾ അവളെ ആരും കല്ലെറിഞ്ഞ് കൊല്ലില്ല. എല്ലാവരും വിചാരിച്ചോളും ഔസേപ്പിതാവാണ് ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന് എല്ലാവരും വിചാരിച്ചോളും. അങ്ങനെ അവൾ കല്ലെറിയുന്നതിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നീതി, അവിടെ മറിയത്തോട് കരുണ കാണിക്കുകയാണ് ചെയ്തത്. അതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നത് എന്തോ അത് കൊടുക്കുന്നതാണ് മനുഷ്യൻ്റെ നീതി. അറിയിക്കുന്നത് എന്തോ അത് കൊടുക്കുക, അറിയിക്കാത്തതൊന്നും എടുക്കാതിരിക്കുക, അതാണ് മനുഷ്യനീതി. ഇവിടെ അങ്ങനെയല്ല. മറിയം അർഹിക്കാത്ത ഒരു കരുണ കൊടുത്തു. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം നമുക്കൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ അർഹിക്കുന്നത് ഒന്നുമല്ല തരുന്നത്. നമ്മൾ അറിയിക്കാത്ത എത്രയോ നന്മകളാണ് ദൈവം തരുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അറിയിക്കുന്നതിനേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നു കൊണ്ടിരിക്കുന്നു. ഒരു പാപിയാണ് എന്ന് അറിഞ്ഞിട്ടും ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് അർഹതയില്ലാത്ത വല്ലതും ഞാൻ എടുക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഇത് എനിക്ക് അർഹതയുള്ളതാണോ അല്ലയോ? അർഹതയില്ലാത്തതാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. വേറൊരാൾക്ക് അർഹതപ്പെട്ടത് എന്തോ അത് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അത് നീതിപൂർവമാണ്. അർഹതയില്ലാത്തത് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയുടെ തലങ്ങളിലേക്ക് ഉയർന്നു വരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ നീതിയുടെ, അതായത് കരുണയുടെ തലത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാണ്, രാജകൽപ്പന അനുസരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. ജനസംഖ്യ എടുക്കാനായിട്ട് തൻ്റെ ജന്മനാട്ടിലേക്ക് പോകേണ്ടതായ അവസരം വന്നു. പൂർവികർ താമസിക്കുന്ന നാട്ടിലേക്ക് പോകേണ്ടതായ അവസരം വന്നു. അപ്പോൾ മറിയം ഗർഭിണിയാണെന്ന് മാത്രമല്ല, മിക്കവാറും പൂർണ്ണ ഗർഭിണിയാണ് എന്ന് പറയാം. ഈ അവസരത്തിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വയസ്സനാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഈ അവസരത്തിൽ പോകുന്നത് വളരെ അപകടകരമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും അത് പോകാൻ തയ്യാറായി എന്ന് രാജകൽപ്പന ലംഘിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പല കഷ്ടപ്പാടുകളുണ്ടായിട്ടും രാജകൽപ്പന അനുസരിച്ചു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? രാജ്യത്തിൻ്റെ കൽപ്പന, ടാക്സ് കൊടുക്കണം, അത് ചെയ്യണം, അങ്ങനെ പല കൽപ്പനകളുണ്ടല്ലോ. ആ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മളൊക്കെ പലപ്പോഴും പറയും ഔസേപ്പിതാവിൻ്റെ വലിയ ഭക്തനാണെന്ന് പറയും. എല്ലാ ബുധനാഴ്ചയും ഔസേപ്പിതാവിൻ്റെ നൊവേന കൂടുന്നു, അങ്ങനെയൊക്കെ വലിയ ഭക്തനാണ്. പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഔസേപ്പിതാവിൽ കണ്ടിരുന്ന ആ നന്മകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്നുണ്ടോ? പകർത്തുന്നില്ലെങ്കിൽ പിന്നെ ഔസേപ്പിതാവിൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാജകൽപ്പന നമ്മൾ പാലിക്കുന്നുണ്ടോ? ശരിക്കും ടാക്സ് കൊടുക്കുന്നുണ്ടോ? ടാക്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി അവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന് ദേവാലയത്തിൽ കാഴ്ച കൊടുത്തപ്പോൾ ആ രാജകൽപ്പന കൃത്യമായിട്ട് പാലിക്കുകയാണ്. 2 ചെങ്ങാലികളെ അവിടെ ആയിട്ട് കൊടുത്തു. ഇനിയും മതാചാരങ്ങൾ ഒരു വിഘ്നവും കൂടാതെ അനുസരിച്ചിരുന്ന വ്യക്തിയാണ്. അതിന് ഉദാഹരണം എന്താ? എല്ലാ കൊല്ലവും പെസഹയോട് ചേർന്ന് ജെറുസലേമിലേക്ക് പോകണം. പതിവ് പോലെ പോയി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പതിവ് പോലെ എല്ലാ കൊല്ലവും പോയിരുന്നു. തൻ്റെ കൊച്ചു മകനെയും കൂട്ടിയാണ് പോയിരുന്നത്. അപ്പോൾ മതാചാരങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു. നമ്മളൊക്കെ മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ എത്രമാത്രം കർക്കശ്യം പാലിക്കുന്നുണ്ട്. മുടക്ക കൂടാതെ പള്ളിയിൽ പോവുക, പെരുന്നാളുകൾക്ക് പോവുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ
നിങ്ങളൊരു ഔസപിതാവിൻ്റെ ഭക്തനാണെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോഴേ നിങ്ങളുടെ ഭക്തി പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അവസാനമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയം എങ്ങനെയാണ് ഗർഭിണിയായത് എന്ന് വിവരിച്ചു കൊടുത്തു. അത് വിശ്വസിക്കുകയും ദൈവം കൊടുത്ത നിർദ്ദേശം, മാലാഖയിലൂടെ കൊടുത്ത നിർദ്ദേശം പാലിക്കുകയും ചെയ്തു. എങ്ങനെ? മറിയത്തെ സ്വീകരിച്ചു. അതുപോലെ തന്നെ സ്വപ്നത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഈജിപ്തിലേക്ക് പോകണം, തിരിച്ചു വരണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴെല്ലാം അതെല്ലാം കൃത്യമായി അനുസരിച്ചു എന്നുള്ളതാണ്. ദൈവ നിയമങ്ങൾ അനുസരിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ദൈവോന്മുഖരാണോ? നമുക്ക് ദൈവം തരുന്ന കൽപ്പനകൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ്.